ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ തോമസ് ആണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ അവസാനത്തെ എക്സാം, എക്കണോമിക്സ് ആണ്. അപ്പൊ എക്കണോമിക്സ് എക്സാമിന് നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളെ നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിന്റെ അകത്ത് നമ്മുടെ മാർക്കറ്റ് എക്കണോമിയും അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മാർക്കറ്റ് എക്കണോമിയുടെയും അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി, അതായത് സോഷ്യലിസത്തിന്റെ ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തായാലും പഠിച്ചു വെക്കാം. അടുത്തത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് തന്നിട്ട് മൈക്രോ മാക്രോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം മൈക്രോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, മാക്രോ അഗ്രിഗേറ്റ് എക്കണോമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതറിഞ്ഞാൽ തന്നെ നമുക്ക് ഐറ്റംസിന് ക്ലാസിഫൈ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇതൊന്നും എല്ലാവരും പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഷോർട്ട് ആൻസർ ചോദിക്കാറുള്ളത് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് എന്തായാലും ചോദിക്കും. ഒരു 3 ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പൊ ആ 3 ഫീച്ചേഴ്സും എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്തത് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. 4 ഫാക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ആ 4 ഫാക്ടേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ആ ഫാക്ടേഴ്സും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കർവുകളെ കുറിച്ചാണ്. ഒരുപാട് കർവുകളെ കുറിച്ച് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് കർവ് അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഒരു സിംഗിൾ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പൊ ആ ഡയഗ്രംസ് എന്തായാലും വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. പ്രൊഡക്റ്റ് കർവുകൾ മാത്രമല്ല, ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കർവുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. ആ ഗ്രാഫുകൾ വരയ്ക്കാൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ ഗ്രാഫുകളൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ ചാപ്റ്ററിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലെ TC, AFC, AVC, SAC, SMC ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, അതായത് കോസ്റ്റുകളെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഈ എല്ലാ കോസ്റ്റുകളുടെയും ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇത് കണ്ടുപിടിക്കാൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്തത് നമ്മുടെ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഷോർട്ട് ആൻസർ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സപ്ലൈ കർവിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഏതാണ് സപ്ലൈ കർവ് എന്ന് വരച്ച് കാണിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. MCയുടെ റൈസിംഗ് പോർഷൻ ആണ് സപ്ലൈ കർവ്, നമുക്കറിയാം. സോ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണം. അത് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റണം. അതുപോലെ തന്നെ സപ്ലൈനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടെ ചോദിക്കാറുണ്ട്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കുന്നത് പോലെ സപ്ലൈ കർവിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ 4 ഫാക്ടേഴ്സ്. ഇതും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. നമുക്ക് ഡിമാൻഡിന്റെ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് സപ്ലൈയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും ചോദിക്കാറുണ്ട്. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് നമുക്കിതാ ഇവിടെ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. ഈ 5 പോയിന്റ്സ് എന്തായാലും പഠിച്ചു വെക്കുക. ഇതിൽ കൂടുതൽ മാർക്കിനൊന്നും എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരു 5 പോയിന്റ്സ് എന്തായാലും പഠിച്ചു വെച്ചേക്കാം. അടുത്തത് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ നമുക്ക് സപ്ലൈയുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഡിമാൻഡിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ 2 ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. P കിട്ടിയതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ Pക്ക് പകരം നമുക്ക് കിട്ടിയ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ എന്തായാലും വരും. ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരും. അതായത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് സപ്ലൈ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസിൽ അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് സപ്ലൈഡിനെ ഇഫക്ട് ചെയ്യുന്നുണ്ട് ട്രോളിംഗ് കാരണം. അപ്പൊ അതുകൊണ്ട് ഈ ഇക്വിലിബ്രിയത്തിലുള്ള മാറ്റം ഒന്ന് ഗ്രാഫിക്കലി കാണിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ട്രോളിംഗ് വരുന്ന സമയത്ത് ഫിഷിന്റെ ഡിമാൻഡ് കുറയുന്നില്ല, പക്ഷെ സപ്ലൈ ആണ് കുറയുന്നത്. ഓക്കെ, അപ്പൊ സപ്ലൈ കർവ് മാത്രം നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡ് റിമെയിൻ ദ സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറയും, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് കൂടും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കലി വരച്ചിട്ട് അത് മെൻഷൻ ചെയ്ത് വെച്ചേക്കാം. ഇതുപോലെ നമുക്കൊരു റിയൽ സിറ്റുവേഷൻ ഇട്ടിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്തത് നമ്മുടെ മാക്രോ എക്കണോമിക്സിലേക്ക് വരികയാണ്. മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മണി ആൻഡ് ബാങ്കിങ്ങിൽ ഫങ്ഷൻസ് ഓഫ് മണി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
നമുക്കറിയാം പ്രൈമറി ഫംഗ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഫംഗ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ അടുത്തത് നമ്മുടെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ഇതിന്റെ ഡയഗ്രവും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഗ്രാഫിക്കലി എക്സാമിൻ എന്താണ് നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം എന്നുള്ളത് 2 സെക്ടർ എക്കണോമിയിൽ എങ്ങനെയായിരിക്കും എന്ന് ഗ്രാഫിക്കലി കാണിക്കാൻ പറയുന്നുണ്ട്. നമുക്കറിയാം AD കർവും AS കർവും കൂടി ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം. അതൊന്ന് ജസ്റ്റ് വരയ്ക്കാനായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഷിഫ്റ്റുകൾ ഉണ്ടല്ലോ അല്ലെ, ഷിഫ്റ്റുകൾ ഉണ്ട്, സ്വിങ്ങുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ AD കൂടുകയാണെങ്കിൽ എന്തായിരിക്കും മാറ്റം എന്നുള്ളത് ഗ്രാഫിക്കലി കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ AD കൂടിക്കഴിഞ്ഞാൽ AD ഇതാ റൈറ്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ പുതിയ ഇക്വിലിബ്രിയം കിട്ടും. അപ്പൊ ഇതുപോലെ നമ്മൾ ഗ്രാഫിക്കലി എക്സാമിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഗ്രാഫുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇക്വിലിബ്രിയം ഇൻകം, അതായത് നമ്മുടെ Y സ്റ്റാർ ഇൻകം കണ്ടുപിടിക്കാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ MPCയിൽ ചേഞ്ച് വരുമ്പോൾ, ഓട്ടോണമസ് ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം ഒന്ന് മാറ്റി കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. Y സ്റ്റാർ കാണാനായിട്ട് A ബാർ, അതായത് നമ്മുടെ C ബാർ പ്ലസ് I ബാർ ആണ്, അത് ബൈ 1 - C. ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്, കുറച്ച് മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും സ്റ്റോക്ക് വേരിയബിൾ എന്താണ്, ഫ്ലോ വേരിയബിൾ എന്താണെന്ന് നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക. അത് ക്ലാസിഫൈ ചെയ്യാനായിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ ചോദിക്കാറുണ്ട്. സോ അത് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ അടുത്തത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. എന്തായാലും ഈ ഡയഗ്രാം നമുക്ക് എക്സാമിന് വരും എന്നുള്ള കാര്യം ഷുവർ ആണ്. അപ്പൊ ഈ ഡയഗ്രാം എന്തായാലും എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ GDP, MP, GNP, MP ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ GDP, MP യും അതുപോലെ തന്നെ GNP, MP യും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. GDP, MP നമുക്കറിയാം C+I+G+X-M ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ NFI ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GNP, MP കിട്ടും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് GDPയുടെ ലിമിറ്റേഷൻസ് ആസ് എ മെഷർ ഓഫ് വെൽഫെയർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാ ഈ 4 പോയിന്റ്സ് ആണ് ലിമിറ്റേഷൻ. അപ്പൊ അതൊന്ന് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതിൽ ചോദിക്കാറുള്ളത് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ഫീച്ചേഴ്സ് ആണ്. ഗ്രേറ്റ് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. അപ്പൊ ഇതാ നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷന്റെ ബാക്ക്ഗ്രൗണ്ട്, ഫീച്ചേഴ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 സെക്ടേഴ്സ് ഓഫ് എക്കണോമി, നമുക്കറിയാം ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ, ഈ 4 സെക്ടേഴ്സും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ ആ ക്വസ്റ്റ്യനും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് നാളത്തെ എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ ചോദ്യങ്ങളും ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും ഇതിന്റെ ആൻസേഴ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള മാരത്തോൺ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് കൃത്യം 7 മണിക്ക് തന്നെ മാരത്തോൺ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നാളത്തെ എക്കണോമിക്സ് എക്സാമിന് നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.